24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ച് നൽകുന്ന 100 വീടുകളുടെ പദ്ധതി നിങ്ങൾക്കറിയാം, 100 ഹോംസ്. അതിൻ്റെ 50ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ഇപ്പോൾ നടക്കുകയാണ്. കാസർഗോഡ് മേൽപ്പറമ്പ് ചെമ്പരിക്കയിലുള്ള ഫാത്തിമയ്ക്കാണ് ഈ 50ാമത്തെ വീട് കിട്ടുന്നത്. അപ്പോൾ അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഈ പറയുന്ന സ്ഥലത്ത് നിന്നാണ് ചേരുന്നത്. അരുൺ, എന്തായി വീടിൻ്റെ ഇതൊക്കെ കഴിഞ്ഞോ? കർമ്മമൊക്കെ കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെമ്മനാട് പഞ്ചായത്തിലെ, കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് പഞ്ചായത്തിലെ മേൽപ്പറമ്പ ചെമ്പരിക്കയിലാണ്. ചെമ്പരിക്ക പഞ്ചായത്തിലെ 19ാം വാർഡാണ്. ഇവിടെ ഫാത്തിമയ്ക്കാണ് നമ്മളിപ്പോൾ വീട് നിർമ്മിച്ച് നൽകുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു വീട് നിർമ്മാണം സംസ്ഥാനത്തുടനീളം 100 വീടുകളാണ് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി 24 കണക്റ്റ് നിർമ്മിച്ച് നൽകുന്നത്. വലിയ വിപ്ലവകരമായ ഒരു മാറ്റത്തിന് 24 കണക്റ്റ് തുടക്കം കുറിച്ചതാണ്. ഇപ്പോൾ 50ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് അല്പസമയം മുൻപ് ഇവിടെ കഴിഞ്ഞു. ഇതാണ് ഫാത്തിമയ്ക്ക് നമ്മൾ നിർമ്മിച്ച് നൽകുന്ന വീട്. അതിനൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിക്കാം. കാരണം ഇതിന് തൊട്ടടുത്ത് ഈ ചെമ്പരിക്ക സ്വദേശി ഷെരീഫിനും നമ്മൾ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. ആ വീടിൻ്റെ ചുമര് നിർമ്മാണം പൂർത്തിയായി, കട്ടില വെപ്പൊക്കെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി വാർപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ വീടിൻ്റെ പണിയും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ 50ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് ഇവിടെ പൂർത്തിയായിരിക്കുന്നു. അതുമാത്രമല്ല, കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും സന്തോഷകരമായ കാര്യം, കാസർഗോഡ് ജില്ലയിലെ ഇത് 12ാമത്തെ വീടാണ് എന്നതാണ്. ഇപ്പോൾ ഫാത്തിമ നമുക്കൊപ്പം ചേരുകയാണ്. കുറേ കാലമായിരുന്നു വീടിന് അപേക്ഷ നൽകുന്നു? പഞ്ചായത്തിൽ പിന്നൊന്നും കിട്ടിയാൽ പെൻഡിങ്ങിലുണ്ട് അതുകൊണ്ട് 24 കളക്ഷൻ ഇങ്ങനെ വീട് നിർമ്മിച്ചിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അതിൽ അപേക്ഷ കൊടുത്തതാണ്. അപ്പോൾ അപേക്ഷ കൊടുത്തത് ഫലമായി, ഒരുപാട് സന്തോഷം. ഫാത്തിമയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. 10 വർഷത്തിലധികമായി വാടക വീട്ടിലായിരുന്നു താമസം. ഫാത്തിമയും 2 കുട്ടികളും മാത്രമാണ്. അവർ വാടക വീട്ടിലായിരുന്നു. ഇനി ഒരു 6 മാസം കൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം വീട്ടിലേക്ക് താമസം മാറാമെന്നൊരു പ്രതീക്ഷയായിരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ തറക്കല്ലിടലിലെ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന കോർഡിനേറ്റർ 24 കണക്റ്റിൻ്റെ സംസ്ഥാന കോർഡിനേറ്റർ മനോജേട്ടനുണ്ട്. ഒപ്പം ജില്ലാ കോർഡിനേറ്റർ സജീവ് കുമാറുമുണ്ട്. മനോജേട്ട, 50ാമത്തെ വീടാണ്. സന്തോഷം. 50ാമത്തെ വീടാണ്. നമ്മുടെ 24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് നടത്തുന്ന 100 വീട് പദ്ധതിയിലെ 50ാമത്തെ വീടാണ് ഇന്ന് ചടങ്ങ് നടന്നത്. കാസർഗോഡ് ജില്ലയിലെ 12ാമത്തെ വീട്. ഇനിയിപ്പോൾ താക്കോൽദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ജില്ലയിലും പണികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ താക്കോൽദാനം ചടങ്ങുകൾ നടക്കും. എന്തായാലും സന്തോഷകരമായ കാര്യമാണ്. 50ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. കാര്യം 50ാമത്തെ വീട് നമുക്ക് വലിയ സന്തോഷമാണ്. കാര്യം കയറി കിടക്കാനൊരു ഇടം കിട്ടുക, അത് 50 പേർക്ക് കിട്ടിക്കഴിഞ്ഞ് 100 വീടുകളാണ് നമ്മളിപ്പോൾ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് തയ്യാറാക്കുന്നത്. കേരളത്തിലെ ചില മാധ്യമങ്ങളുമായിട്ട് തന്നെ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഇത്തരം ചില ഏർപ്പാടുകളുണ്ട്. എന്തായാലും ഇതെല്ലാം നമുക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനാണ് ഇതിൻ്റെ പ്രധാന ക്രെഡിറ്റ് നമ്മൾ കൊടുക്കുന്നത്.